വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് Arduino IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. ഓൾറെഡി ഇത് ഒത്തിരി പേര് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ Arduino IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. Arduino IDE നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് Arduino IDE ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ IDE ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ IDEയുടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്തതിന് ശേഷം ഡൗൺലോഡിൽ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ Arduino IDEയുടെ ഐക്കൺ. Arduino IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐക്കൺ ഓപ്പൺ ചെയ്ത് വരുന്ന പേജാണ്. ഇതൊരു ബ്ലാങ്ക് പേജാണ്. നമ്മൾ പവർ പോയിന്റിലും വേർഡിലും ഒക്കെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഓപ്പണായി വരുന്നൊരു ബ്ലാങ്ക് പേജാണിത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് രണ്ട് ഫങ്ഷൻസ് ഓൾറെഡി ഉണ്ടാവും. അതാണ് വോയിഡ് സെറ്റപ്പ് ആൻഡ് വോയിഡ് ലൂപ്പ്. വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോഡ് ഒരു തവണ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇതിനകത്താണ് വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. വോയിഡ് ലൂപ്പ് എന്ന് പറയുന്നത് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡുകളാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് ഈ ലൂപ്പിനകത്താണ്. ഇനി വോയിഡ് സെറ്റപ്പിനെ കുറിച്ച് പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് വെക്കാറില്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ അലമാരയുടെ അകത്താണെങ്കിൽ നമ്മുടെ തുണികൾ അടുക്കി വയ്ക്കാറുണ്ട്, നമ്മൾ കിച്ചണിൽ പാത്രങ്ങൾ അടുക്കി വയ്ക്കാറുണ്ട്. അതിന് ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ റോബോട്ടിക്സിൽ ഓരോ കമ്പോണൻസും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഈ വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്ന പോർഷനിലാണ്. ഞാനൊരു എക്സാമ്പിളിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു വിൻഡോയെക്കുറിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു തന്നിട്ട് ആ എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് ഇതാണ്ട് ഇവിടെ കുറച്ച് മെനൂസ് കാണുന്നുണ്ട്. ഫയൽ, എഡിറ്റ്, സ്കെച്ച്, ടൂൾ, ഹെൽപ്സ്. നമ്മുടെ ഈ ഒരു Arduino അല്ലെങ്കിൽ റോബോട്ടിക്സ് ബേസ്ഡ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഫയൽ, നമുക്കറിയാം ഫയലിനകത്ത് ന്യൂ, ഓപ്പൺ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ എക്സാമ്പിൾസ് കണ്ടോ? ഈ എക്സാമ്പിൾസ് കണ്ട ബിൽറ്റ് ഇൻ എക്സാമ്പിൾസ് ആയിട്ട് ഒത്തിരി പോർഷൻസ് ഉണ്ട്. അതിൽ ബേസിക്കിൽ കണ്ടോ എന്താണ്ടേ ബ്ലിങ്ക്, ഫെയ്ഡ്, അങ്ങനെയുള്ള സിമ്പിൾ കോഡുകൾ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് കിട്ടും. ഇപ്പം ഞാൻ ബ്ലിങ്ക് ഓപ്പൺ ചെയ്യുവാണേ. ഇതിനകത്ത് കുറച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇത് പറയുന്നത് ഈ സെറ്റപ്പ് എന്ന് പറയുന്ന പോർഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ഇനിഷ്യലൈസ് ദ ഡിജിറ്റൽ പിൻ LED ബിൽറ്റ് ഇൻ ആസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ LED ബിൽറ്റ് ഇൻ എന്ന് പറയുന്ന Arduino IDEയിൽ നമ്മൾ കൊടുക്കുന്ന ഡിജിറ്റൽ പിന്ന് ഏതാണ് എന്നാണ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ അതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സോ LED എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ടിനാണ് അല്ലേ, നമുക്ക് ലൈറ്റ് ഒരു സിഗ്നൽ തരികയാണ്. സോ യൂസ് ചെയ്യുന്നത് പിൻ മോഡ് LED ബിൽറ്റ് ഇൻ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ LED യൂസ് ചെയ്യുന്നത് ഏത് പിന്നാണെന്ന് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 13 എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് ഞാൻ 13 എന്നുള്ള പിൻ ചൂസ് ചെയ്തെന്നാൽ 13th പിന്നിൽ ഒരു ബിൽറ്റ് ഇൻ റെസിസ്റ്റൻസ് ഉണ്ട്. Arduino എന്താണെന്നും അതിനകത്തുള്ള പിന്നുകൾ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 13th പിൻ എന്തുകൊണ്ടാണ് Arduinoയിലെ ഡിജിറ്റൽ പിൻ ചൂസ് ചെയ്യുന്നത്, 13th പിന്നിന് നമുക്കൊരു ബിൽറ്റ് ഇൻ റെസിസ്റ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് എക്സ്ട്രാ റെസിസ്റ്റർ കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട. 13th പിന്നിൽ ഡയറക്റ്റ് നമുക്ക് LED ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിയർ ബൈ അതിനുവേണ്ടി ഡിസൈൻ ചെയ്താണ് തൊട്ടടുത്തതിനായിട്ടൊരു ഗ്രൗണ്ട് പിന്നും ഉണ്ട്. സോ പിൻ മോഡ് 13, ഔട്ട്പുട്ട്, അതായത് 13ലിരിക്കുന്ന എന്തോ ഒരു സാധനം, നമുക്കിവിടെ LED ആണല്ലോ, 13ലിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഔട്ട്പുട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിൻ മോഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ഏതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിന്നിനെ യൂസ് ചെയ്യുന്നത്, അതായത് 13th പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് LED ആണ്. സോ LED നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ടായിട്ടാണ്. സോ പിൻ മോഡ് 13 ഔട്ട്പുട്ട്, അതായത് 13ലിരിക്കുന്ന പിന്നെന്ന് പറയുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയുള്ളതാണ്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുന്നത് LED ആണ്. LED ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ടല്ലേ തരുന്നത്. സോ കംസ് ടു വോയിഡ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പോർഷനാണ്. സോ ഇവിടെ ഡിജിറ്റൽ റൈറ്റ് 13, ഹൈ, അതായത് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന കമാൻഡിനകത്ത് നമ്മൾ കൊടുക്കുകയാണ് 13 ഹൈ ആയിട്ട് വെക്കുക എന്നുള്ളത്. ഹൈ മീൻസ് LED ഓൺ ആകുക എന്ന്.
അതിനുശേഷം നമ്മൾ കാണുന്ന ഡിലേ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ഡിലേ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 1000 എന്ന് പറയുന്നത് 1 സെക്കൻഡ്, കാര്യം LED ഓൺ ആയിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഡിജിറ്റൽ റൈറ്റ് 13, ലോ എന്നാണ് പറയുന്നത്. 1 സെക്കൻഡ് LED ഓഫായിരിക്കാനാണ് പറയുന്നത്. അതാണ് ഈ ഒരു ലൂപ്പിനകത്ത് സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണണ്ടേ? വാ, ഇതാണ് 13th പിന്ന്. 13th പിന്നിൻ്റെ അടുത്ത് ഗ്രൗണ്ട് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇത് LED ആണെന്ന് അറിയാമല്ലോ, LED പോസിറ്റീവ് പിന്ന് അത് നമ്മൾ 13th കൊടുക്കുന്നു. ദെൻ ഗ്രൗണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ്. സിമ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം. ഇതാണ് ആർഡിനോയുടെ പ്രോഗ്രാമിംഗ് കേബിൾ. ഈ ഒരു പൊസിഷനിൽ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത LED ബ്ലിങ്കിൻ്റെ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ടൂൾസിൽ പോയിട്ട് നമ്മുടെ ഏത് കമ്പ്യൂട്ടറിൻ്റെ പോർട്ടാണെന്നുള്ളത് ചൂസ് ചെയ്യുക. ദെൻ ബോർഡ് ചൂസ് ചെയ്യുക. ബോർഡ് എന്ന് പറയുന്നത് ആർഡിനോ യൂനോ എന്ന് പറയുന്ന ബോർഡ് തന്നെ ചൂസ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ആർഡിനോ യൂനോ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇത് കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ആകുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത്. അതിനുശേഷം കണ്ടോ നമ്മുടെ ഔട്ട്പുട്ട് LED 1 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യുകയും 1 സെക്കൻഡ് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, ഓൺ ആകുന്നു, ഓഫ് ആകുന്നു. ആ 1 സെക്കൻഡ് ഗ്യാപ്പിൽ ഇത് സംഭവിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡിലേ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? LED സ്പീഡ്, ആ ബ്ലിങ്ക് ചെയ്യുന്ന സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഞാനിപ്പോൾ 1000 മാറ്റി ഒരു 100 കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുവാണേ. ഇനി നോക്കി നമ്മുടെ LED എങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതുപോലെ ഡിലേ നമുക്ക് ഇഷ്ടമുള്ളത് ചേഞ്ച് ചെയ്ത് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.